6 കോടിയാണ്. MLA-മാർക്ക് കൊടുക്കുന്ന ഫണ്ട് MP ക്ക് കൊടുത്തിരുന്നെങ്കിൽ 7 അസംബ്ലിയുടെ MLA ആണ് MP. അപ്പോൾ 7 × 6 = 42 കോടി കിട്ടണം. കിട്ടുന്ന 5 കോടിയാണ്. പിന്നെ MLA-മാർക്ക് അതുകൂടാതെ ഒരുപാട് ഫണ്ടുകളുണ്ട്. എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്ലാൻ ഫണ്ട്, ആ പ്ലാൻ ഫണ്ടിൽ ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിനും ഒരു വിഹിതമുണ്ട്. അതാണ് പ്ലാൻ ഫണ്ട് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നബാർഡിൻ്റെ ഫണ്ടുണ്ട് MLA-മാർക്ക്. അത് കഴിഞ്ഞാൽ കിഫ്ബിയുടെ ഫണ്ടുണ്ട് MLA-മാർക്ക്. അത് കഴിഞ്ഞ് കാസർഗോഡ് പാക്കേജിൻ്റെ ഫണ്ടുണ്ട് MLA-മാർക്ക്. MP ക്ക് ഈ ഫണ്ടുകളൊന്നുമില്ല. ഈ 5 കോടി അല്ലാതെ മറ്റൊരു ഫണ്ട് ഇല്ല. അപ്പം വികസന കാര്യത്തിൽ MLA വലിയൊരു ആനയാണെങ്കിൽ MP ഒരു കൊച്ചാടാണ്. ആ വ്യത്യാസം, അത്രയും വ്യത്യാസവും. എനിക്ക് കഴിഞ്ഞ തവണ പറയാമല്ലോ, നമ്മുടെ കോവിഡ് മഹാമാരി വന്നപ്പോൾ പ്രധാനമന്ത്രി എല്ലാ MP-മാരെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ 2.5 കോടി രൂപ നിങ്ങൾക്ക് അനുവദിച്ചത് നിങ്ങൾ മുഴുവൻ കോവിഡിന് കൊടുക്കണം. അത് മാത്രമല്ല, പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി, MP ഫണ്ട് നിർത്തലാക്കി. ഞങ്ങളെല്ലാ MP-മാരും കൂടെ പോയി പ്രധാനമന്ത്രിയെ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, ഈ MP ഫണ്ട് നിർത്തലാക്കരുത്. അദ്ദേഹം ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. ആ വ്യവസ്ഥ എന്ന് പറയുന്നത്, കോവിഡിന് വേണ്ടി ചെലവാക്കാൻ നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് 8 കോടി രൂപ എനിക്ക് തരികയാണെങ്കിൽ MP ഫണ്ട് പുനഃസ്ഥാപിക്കാം. അപ്പോൾ ഒരു കൊല്ലം 5 കോടി, 5 കൊല്ലം 25 കോടി, അതിൽ 8 കോടി പ്രധാനമന്ത്രിക്ക് കൊടുക്കണം, ബാക്കി 17 കോടി. ഒന്നും കിട്ടാത്തതിനേക്കാൾ നല്ലതല്ലേ 8 കോടി കൊടുക്കൽ. ഞങ്ങളെല്ലാവരും സമ്മതിച്ചു 8 കോടി പ്രധാനമന്ത്രിയുടെ ഫണ്ടിലേക്ക് തരാം, ബാക്കി 17 കോടി. എൻ്റെ മുൻഗാമിയായ ശ്രീ P. കരുണാകരൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് ചെലവഴിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയ 2.5 കോടി കണ്ടുപിടിച്ച് ഞാൻ കേന്ദ്രത്തിന് എഴുതി. കേന്ദ്രം കളക്ടർ റിപ്പോർട്ട് ചോദിച്ചു. കളക്ടർ എനിക്ക് അനുകൂലമായ റിപ്പോർട്ട് അയച്ചു. ആ 2.5 കോടിയുടെ എനിക്ക് കിട്ടി. അങ്ങനെ കേരളത്തിലെ 19 MP-മാർക്കും 17 കോടി കിട്ടിയപ്പോൾ കാസർഗോഡ് MP-ആയി എനിക്ക് മാത്രം 19.5 കോടി കിട്ടി. 2.5 കോടി മറ്റൊരാണ്. ഇതിൽ നമ്മൾ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ പലരുടെയും ജീവിതം മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ മരണത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തണമെങ്കിൽ വെന്റിലേറ്റർ വേണം. പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും സൂപ്രണ്ടും വിളിച്ചു പറഞ്ഞു, ഒരുപാട് ജീവനുകൾ അപകടത്തിലാണ്, വെന്റിലേറ്ററിൻ്റെ അഭാവമുണ്ട്, പഴയ വെന്റിലേറ്റർ ഒന്നും പ്രവർത്തിക്കുന്നില്ല, MP ഫണ്ടിൽ നിന്ന് വെന്റിലേറ്റർ വാങ്ങിച്ചു തന്നാൽ കുറേ ജീവൻ രക്ഷിക്കാം. അങ്ങനെ ഞാൻ 60 ലക്ഷം രൂപ കൊടുത്ത് 5 വെന്റിലേറ്റർ വാങ്ങിച്ച് പരിയാരത്ത് കൊടുത്തു. അപ്പോഴാണ് DMO വിളിച്ചു പറഞ്ഞ, ഡോക്ടർമാർ അവരാണല്ലോ നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ടത്. ഡോക്ടർമാർ മാത്രമാണോ? നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, ആശാ വർക്കർമാർ, ഇവർക്കൊന്നും PPE കിറ്റില്ല, N95 മാസ്ക് ഇല്ല, സാനിറ്റൈസർ ഇല്ല, ഓക്സിമീറ്റർ ഇല്ല. അപ്പോൾ DMO വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ 60 ലക്ഷം രൂപ DMOയ്ക്ക് അനുവദിച്ചു. ഈ ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, ആശാ വർക്കർമാർക്ക്, ആരോഗ്യ പ്രവർത്തകർക്ക്, പാരാമെഡിക്കൽ സ്റ്റാഫിന് ഇത് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. 60 ലക്ഷം അവിടെ കൊടുത്തു. അപ്പോഴാണ് അറിയുന്നത്, നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്ന കണ്ടുപിടിക്കുന്ന ഒരു മെഷീൻ പുതുതായി കണ്ടുപിടിച്ചു. അതിന്റെ പേര് മൾട്ടി പാരാ മോണിറ്റർ. ഒരെണ്ണത്തിന് 1 ലക്ഷം രൂപ. 10 എണ്ണം 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച് 10 ആശുപത്രിക്ക് കൊടുത്തു. അപ്പോഴാണ് പറയുന്നത്, രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ ആംബുലൻസ് വഴിക്ക് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾ വിളിച്ച് പറയാൻ തുടങ്ങി, അവർക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ലാപ്ടോപ്പ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, മൊബൈൽ ഫോണില്ല. അവർക്ക് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും വാങ്ങിക്കാൻ 45 ലക്ഷം അനുവദിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത്, ഇത് വർക്ക് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്ന ടവർ വേണം. 60 ടവറുകൾ കാസർഗോട്ടെ പല ഭാഗത്തായി അനുവദിച്ചു. അതിന് ഒരു ടവറിന് 1 കോടി രൂപ വെച്ച് അനുവദിച്ചു. അതിനുശേഷം 16 സ്കൂളുകൾക്ക് 16 ബസ്സുകൾ കൊടുത്തു. പട്ടികജാതിക്കാർക്ക് 7 കമ്മ്യൂണിറ്റി ഹാളുകൾ നിർമ്മിച്ചു കൊടുത്തു. പട്ടിക വർഗ്ഗക്കാർക്ക് 50 ലക്ഷം രൂപയ്ക്ക് കാസർഗോഡ് ടൗണിൽ ഒരു ടഫ് കോട്ട്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവരുടെ പട്ടിക വർഗ്ഗക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ ഞാൻ കൊടുത്തു. അതുകൂടാതെ ഒരുപാട് ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ വേണ്ടി പൈസ കൊടുത്തു. പട്ടികജാതിക്കാരുടെയും പട്ടികവർഗ്ഗക്കാരുടെയും കുടിവെള്ള പദ്ധതി കൊടുത്തു. അവരുടെ ശ്മശാനം നവീകരിക്കാൻ പയ്യന്നൂർ 45 ലക്ഷം കൊടുത്തു. ചുരുക്കി